മദ്യപ്പുഴയും ഹൂറിമാരും എന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചകൾ നിങ്ങൾ സംഘടിപ്പിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. കാരണം എന്താ? ഞങ്ങള് ഞങ്ങളുടെ ജീവനേക്കാൾ, ഞങ്ങള് ഞങ്ങളുടെ ഭാര്യ മക്കളെക്കാൾ, ഞങ്ങള് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെക്കാൾ, ഞങ്ങളുടെ സ്വത്തുവകകളെക്കാൾ, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പറമ്പും ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളെക്കാളും ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഹൂറിമാരെ കിട്ടുമെന്നാണ്. ഞങ്ങൾ ഹൂറിമാർക്ക് വേണ്ടിയിട്ടല്ല പണിയെടുക്കുന്നത്. ഞങ്ങൾക്ക് സ്വർഗം ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ അനുഭൂതികൾ ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ അള്ളാനെ കിട്ടല. നിരൂപകനായ പടച്ചതമ്പുരാന് സൂക്ഷ്മജ്ഞാനിയാണ്. അവനിങ്ങനെ മൈക്രോസ്കോപ്പിനേക്കാൾ വലിയ സൂക്ഷ്മജ്ഞാനിയാണ്. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, അവനാണ് നിരൂപകന്. അതുകൊണ്ട് നിന്റെ അമലുകളെ, സുഹൃതങ്ങളെ, സൽക്കർമ്മങ്ങളെ നിഷ്കളങ്കമാക്കണേ എന്ന് അള്ളാന്റെ റസൂൽ അബൂദർ തങ്ങളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഞാറനീനിയിൽ എന്നെ കേൾക്കുന്ന സഹോദരാ, ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് ആത്മാർത്ഥമായി ചെയ്യാൻ നമുക്ക് സാധിക്കണേ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫില് അവസാനത്തെ ഒരായത്ത് നമ്മൾ ഓതി നിർത്താറുണ്ടല്ലോ വെള്ളിയാഴ്ച രാവിലോ പകലിലോ. എന്താ അല്ലാഹ് പറയുന്നത്? ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാറനീലിയിലെ പെങ്ങളെ, ആരെ കാണും പോലെയുമല്ലല്ലോ പടച്ചവനെ കാണുക. അള്ളാനെ കാണണമെന്ന് നിനക്ക് മോഹമുണ്ടോ? കാണണ്ടേ സഹോദരങ്ങളെ? അള്ളാന് വേണ്ടിയല്ലേ സുജൂദ് ചെയ്തത്? പടച്ചവന് വേണ്ടിയിട്ടല്ലേ സാഷ്ടാംഗം പ്രണമിച്ചത്? അള്ളാന് വേണ്ടിയിട്ടല്ലേ ഓച്ചാനിച്ചു നിന്നത്? ആ പടച്ചവന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പട്ടിണി കിടന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ഭീകരനെന്നും തീവ്രവാദിയെന്നും പേര് കേട്ടത്? ആ പടച്ചവന് വേണ്ടിയിട്ടല്ലേ രാത്രി ഉറക്കമൊളിച്ചത്? ആ അള്ളാഹയെ നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ എന്ത് സ്വർഗമാ? സ്വർഗത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് തരുമ്പോൾ അവസാനം അള്ളാഹു ചോദിക്കുന്നു, മതിയോ? ഇനി നിങ്ങൾക്ക് മതിയോ? എല്ലാം കിട്ടി. തസ്നീമ്, സൽസബീല്, കള്ളാറ്, പാലാറ്, തേനാറ്, ഹൂർലിങ്ങള്, ഇതെല്ലാം നമുക്ക് കിട്ടി. നമ്മുടെ വിശ്വാസമാണ്. ആരും അത് ബുദ്ധിമുട്ടിയിട്ടും ആരും അതിലും സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ നായകൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ഹൂറിമാരെ കിട്ടുമെന്നാണ്. നിങ്ങളെപ്പറ ക്യാമ്പയിൻ നടത്തിയാലും ഹൂറിമാരും എന്താണ്, മദ്യപ്പുഴയും ഹൂറിമാരും അല്ലേ? ആരാ സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കുന്നവര്? അലി തങ്ങൾ പറഞ്ഞു നിങ്ങൾ കച്ചവടക്കാരുടെ മൈൻഡുള്ളവരാണെന്ന്. ആ, എന്തിനാ നിസ്കരിക്കാൻ പോയത്? സ്വർഗം കിട്ടണ്ടേ? അത് കച്ചവടക്കാരന്റെ മൈൻഡാണ്. കാരണം എന്താ? ഇവിടെ വെക്കണം, അവിടെ അടിക്കണം. അത് ആരുടെ പണിയാ? ആരുടെ പണിയാ? കച്ചവടക്കാരല്ലേ? ഇവിടെ വെച്ചാൽ അവിടെ അടിക്കും. അത് കച്ചവടക്കാരുടെ ശൈലിയാണ്. അതിനല്ല നമ്മൾ നിസ്കരിക്കേണ്ടത്. പിന്നെയോ, അല്ലാ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ എന്നെ പിടിച്ച് ശിക്ഷിക്കൂലേ? അത് തൊഴിലാളിയുടെ മൈൻഡാണ്. കാരണം എന്താ? ഞാൻ കൃത്യസമയത്ത് എന്നില്ലെങ്കിൽ മുതലാളി കോപിക്കും, ശമ്പളം വെട്ടി കുറയ്ക്കും, അല്ലെങ്കിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടും എന്ന് വിചാരിക്കുന്ന തൊഴിലാളി മൈൻഡാണ്. അതും വേണ്ട. പിന്നെ എന്തിനാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്? മഹാന്മാര് പറഞ്ഞല്ലോ, നിനക്കിഷ്ടം ഞങ്ങളെ നരകത്തിയിടലാണോ? അല്ലാഹുവേ നീ ഇട്ടോ, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? നിനക്ക് സന്തോഷം ഞങ്ങൾ നരകത്തിൽ വരലാണോ? നീ ഇട്ടോ. പക്ഷെ നരകത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഞങ്ങൾക്ക് റബ്ബിനോട് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഹബീബികളെ നീ ഒരിക്കലും നരകത്തിയിടൂലല്ലോ. മഹാന്മാര് സംസാരിക്കുന്നതാണ് പടച്ചവനോട്. നടന്നു പോകുന്ന വഴികളിൽ മഹദി റാബിയ ബസ്രിയ റളിയല്ലാഹു തആല, റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ, ഞാൻ കണ്ടു അവരുടെ ഖബർ ഈജിപ്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹാ വലത് കൈയിൽ പച്ചവെള്ളവും ഇടത് കൈയിൽ തീക്കട്ടയുമായിട്ട് ഇങ്ങനെ ഓടുകയാണ്.
മിസ്റിന്റെയും ഈജിപ്തിന്റെയും തെരുവീതികളിലൂടെ ഓടുന്ന റാബിയത്തുൽ അദവിയ തങ്ങളോട് ചോദിച്ചു, എന്താ റാബിയ കയ്യിൽ? പച്ചവെള്ളം കൊണ്ട് നരകത്തിലേക്ക് ഒഴിച്ചിട്ട് നരകം അണയ്ക്കാൻ പോവാ ഞാൻ. കൈരിക്കുന്ന തീക്കട്ട കൊണ്ടുവന്ന് സ്വർഗത്തിലിട്ടിട്ട് കരിച്ചു കളയാൻ പോവാ ഞാൻ, തീ പിടിപ്പിക്കാൻ പോവാൻ. ആളുകൾ ചോദിച്ചു, റാബിയ നിനക്ക് വട്ടുണ്ടോ? അതെ, ഇവിടെ കുറെ ആളുകൾ നിസ്കരിക്കുന്നത് സ്വർഗം വാങ്ങാനാ, അതുകൊണ്ട് ഞാൻ സ്വർഗത്തെ കരിച്ചു കളയാൻ പോവാൻ. ഇവിടെ കുറെ ആളുകൾ പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് നരകത്തിൽ പോകുമെന്ന് പേടിച്ചിട്ടാ. എന്തിനു പേടിക്കണം? ഞാൻ നരകത്തെ വെള്ളം ഒഴിച്ച് കെടുത്താൻ പോവാൻ. റാബിയ, നിന്റെ പച്ചവെള്ളം ഒഴിച്ചാൽ കെട്ടുപോകുന്നതാണോ പടച്ചവന്റെ നരകം? നിന്റെ തീക്കട്ട വീണാൽ കരിഞ്ഞു പോകുന്നതാണോ പടച്ചവന്റെ സ്വർഗം? ആ സമയത്ത് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറയുന്നു, അറിയാം, പക്ഷേ എനിക്ക് അത് പ്രതീകാത്മകമായിട്ടെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ കുറെ ആളുകൾ നിസ്കരിക്കുന്ന സ്വർഗം വാങ്ങാനാ, ഇവിടെ കുറെ ആളുകൾ പിന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന നരകം പേടിച്ചിട്ടാ. ചോദിച്ചു, റാബിയ, പിന്നെ എന്തിനാ നമ്മൾ നിസ്കരിക്കേണ്ടത്? പിന്നെ എന്തിനാ നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടത്? റാബിയത്തുൽ അദവിയ തങ്ങൾ പറഞ്ഞു, അള്ളാന്റെ പൊരുത്തം, അള്ളാഹെ കിട്ടുക, വേറൊന്നും നമുക്ക് വേണ്ട. നമുക്ക് റബ്ബ് മാത്രം മതി. സ്വർഗം തന്നാ അൽഹംദുലില്ലാഹ്, നരകത്തിലാണെങ്കിൽ നിന്റെ ഇഷ്ടമാണെങ്കിൽ നീ ഇട്ടോ. എനിക്ക് വേണ്ടത് നിന്നെയാണ്. ആ നിന്നെ അല്ലാഹുവിനെ വേണോ? ഫമൻകാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹു പറയാണ്, എന്നെ നിങ്ങൾക്ക് വേണോ? എന്നാ നിങ്ങൾ സുകൃതം ചെയ്യണം, ശിർക്കും ചെയ്യരുത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഉറക്കം വരുന്നെങ്കിൽ പറയും, എനിക്ക് നാളെ ഇന്ന് 3:30 മണിക്ക് 4 മണിക്കുള്ള ഫ്ലൈറ്റിൽ നാളെ കർണാടകയിലെ പരിപാടി. എനിക്കും പെട്ടെന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉഷാറായിട്ടിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചേ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൽക്കർമ്മവും ചെയ്യണം, നിങ്ങൾ ശിർക്കും ചെയ്യരുത്. സൽക്കർമ്മവും ചെയ്യണം, ശിർക്കും ചെയ്യരുത്. അത് പിന്നെ അങ്ങനെ രണ്ടും കൂടെ ശരിയാവും? സൽക്കർമ്മം ചെയ്യുന്ന ആള് പിന്നെ ശിർക്ക് ചെയ്യും? സൽക്കർമ്മം ചെയ്യുന്ന ആളിനെ ശിർക്ക് ചെയ്യാൻ പറ്റുമോ? സനോബർ ഉസ്താദേ, എങ്ങനെ ചെയ്യും? സൽക്കർമ്മം ചെയ്യുന്ന ആള് ശിർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അവിടത്തെ ശിർക്ക് ഏതാണ്? അവിടത്തെ ശിർക്ക് മൈനർ ശിർക്കാണ്. മൈനർ ശിർക്കുണ്ട്. ഏതാ? ശിർക്കുൻ അസ്ഗർ. ആ ശിർക്ക് അരിയാഉ, ലോകമാന്യതയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ അമലില് ലോകമാന്യത കടന്നു വന്ന അല്ലാഹനെ ലഭിക്കൂല. സൽക്കർമ്മം ചെയ്യുമ്പോ ആ സൽക്കർമ്മത്തിൽ അല്ലാഹു വല്ലാത്ത ആര് കടന്നു വരുവോ? പെങ്ങളെ, ഞാറനീലിയിലെ വീട്ടുമുറ്റത്ത് സ്കൂളിലെ മക്കളെ വിടാ ബസ് കാത്ത് നിൽക്കുമ്പോ നിന്റെ വീടിന്റെ അടുത്തൂടി അതാ വരികയാണ് പള്ളിയിലെ ഉസ്താദ്. ആ സമയത്ത് പെട്ടെന്ന് നീ എന്താ ചെയ്യുന്നത്? തോളിൽ കിടക്കുന്ന ഷോൾഡറിൽ കിടക്കുന്ന ഷോളെടുത്ത് പെട്ടെന്ന് തലമറയ്ക്കുകയാ. ആർക്ക് വേണ്ടിയാ? ഉസ്താദിനെ കണ്ടപ്പോ. ഏയ് പെങ്ങളെ, ഇപ്പൊ നീ തലമറച്ചത് അള്ളാഹ്ക്കും വിട്ട് ഉസ്താദിനുമാ. നാളെ പരലോകത്ത് നിന്റെ മുന്നിൽ, അള്ളാന്റെ മുന്നിൽ നിന്നെ എത്തിക്കുമ്പോ അള്ളാഹു പറയും, നീ ഉസ്താദിന്റെ അടുത്ത് പോയി വാങ്ങിക്കോ. ഉസ്താദ് ഓടടാ, ഓട്ടമാണ്, സ്വന്തം കാലിൽ നിൽക്കാ. അപ്പോഴാണ് പടച്ചോൻ പറയുന്നു, ഉസ്താദിനോട് പോയി ചോദിക്ക്, നിനക്ക് സ്വർഗം ചോദിക്ക്. ആ സമയത്ത് ഉസ്താദിന് എന്ത് കൊടുക്കാൻ പറ്റും? പറ്റില്ലല്ലോ. എല്ലാവരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടല്ലേ. ആ നെട്ടോട്ടത്തിനിടയിൽ സഹോദരങ്ങളെ, ഈ അമലുകൾ ഇഖ്ലാസ് ഉള്ളതാകണം. അതാണ് നാലാമതായി തങ്ങൾ റസൂലുള്ളാഹി തങ്ങള് മഹാനായ അബൂദർറിനോട് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അഖ്ലിസുൽ അമല ഫഇന്ന നാഖിദ ബസീർ. സൂക്ഷ്മജ്ഞാനിയായ പടച്ചതമ്പുരാനാണ് നിരൂപകനം നിരിക്കവേ. നിങ്ങളുടെ അമലുകളെ നിങ്ങൾ നിഷ്കളങ്കമാക്കണേ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ ശിറക്കാക്കളിൽ നിന്ന് ഞാൻ സമ്പന്നനാണ്. എനിക്ക് പങ്കുകാര് വേണ്ട, എനിക്ക് അസിസ്റ്റന്റ് ഇല്ല, എനിക്ക് ജോലിക്കാരില്ല. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി. ഒരാൾ അമൽ ചെയ്തിട്ട് ആ അമലിൽ ഞാനല്ലാത്ത ഒരാളെ പങ്കാക്കിയാ, തറക്തുഹു വശിർകഹു, അവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ
ഞാൻ അങ്ങ് നിരാകരിക്കുന്നതാ എന്ന് പറഞ്ഞ അവനെയും വേണ്ട, അവന്റെ ശിർക്കിനെയും എനിക്ക് വേണ്ട. വിശുദ്ധ ഖുർആനൊരു ഉപമ പറയുന്നുണ്ട്. എന്താ ഉപമ എന്നറിയോ? പള്ളിയിലെ നിസ്കാരത്തിന് വന്നപ്പോ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിക്കകത്തിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലൊരു മോഹം വന്നു, ഇപ്പൊ ഒന്ന് നിസ്കരിച്ചാൽ പെണ്ണിന്റെ വാപ്പാക്ക് തൃപ്തി വരും. അച്ചാരം കുറച്ച് കൂടുതൽ തന്നാലോ, സ്ത്രീധനവും സ്വർണവും കുറച്ചധികം തന്നാലോ, ഒന്നുമല്ലെങ്കിൽ എന്റെ മരുമകനാകുന്നവന് നിസ്കാരക്കാരനാണെന്ന് എല്ലായിടത്തും പാടി നടക്കുമല്ലോ. അതുകൊണ്ട് മാമായ കാണിക്കാൻ, അമ്മായിയപ്പനെ കാണിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കുന്നവനെ, നിന്റെ ഉപമ എന്തെന്നറിയോ? അതല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന ആഗ്രഹം വരുമ്പോ 100 ആള് കാണത്തക്ക നിലയില് എല്ലാവരുടെ മുമ്പിലും നിന്ന് കൊടുക്കാൻ നീ ഒരുങ്ങുമ്പോ, സഹോദരാ ചിന്തിച്ചു നോക്ക്. നിന്റെ ഉപമ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞത് ഫമസലുഹു കമസലി സ്വഫ്വാൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിൽ ഫതറകഹു സൽദാ ലാ യഖദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ. അല്ലാഹ് പറയുകയാണ് ഫമസലുഹു, അവന്റെ ഉദാഹരണം ഏതെന്നറിയോ? കമസലി സ്വഫ്വാൻ, ഒരു മിനുസപ്പാറ പോലെയാണ്, ഒരു മിനുസപ്പാറ പോലെയാണ്. അലൈഹി തുറാബ്, അതിന്റെ പുറത്ത് കുറച്ച് മണ്ണൊലിച്ച് കിടപ്പുണ്ട്. നമ്മൾ വനത്തിലല്ലേ, അല്പം കൂടെ ഉള്ളിലോട്ടൊക്കെ പോയ പാറകൾ കാണും. ഒരു മിനുസപ്പാറ, നല്ല ഗ്ലൈസിംഗ് ഉള്ളൊരു പാറ. ആ പാറയുടെ മുകളിൽ കുറച്ച് മണ്ണൊലിച്ച് കിടപ്പുണ്ട്. നമ്മൾ എന്താ കരുതിയേ? ആ മണ്ണിൽ കൊണ്ടുവന്നൊരു ചെടി വെക്കാം, ആ മണ്ണിൽ കൊണ്ടുവന്നൊരു വാഴ നടാം, ആ മണ്ണിൽ കൊണ്ടുവന്നൊരു ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ വിത്ത് പാകാം, അപ്പൊ ഇങ്ങനെ തഴച്ച് വളരും എന്ന് നമ്മൾ കരുതി. അങ്ങനെ നമ്മൾ ആ മിനുസപ്പാറയുടെ മുകളിൽ പരന്നു കിടക്കുന്ന ചെറിയ തരി മണ്ണിന്റെ പുറത്ത് കൊണ്ടുവന്ന് വാഴ നട്ടു, അല്ലെങ്കിൽ ഒരു തെങ്ങ് വെച്ചു, അല്ലെങ്കിൽ ഒരു ചെറിയ ചെടി നട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേമാരി കർക്കിടം പെയ്യുകയാ, കർക്കിടകം പെയ്തിറങ്ങുകയാണ്. പേമാരി പെയ്തിറങ്ങുമ്പോ ഇന്ന് ആ പാറ മൊട്ടപ്പാറയാണ്. മണ്ണും പോയി, മണ്ണും പോയി, ചെടിയും പോയി, മണ്ണും പോയി, വാഴയും പോയി, എല്ലാം പോയി. നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരാളെ നിൽക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കാൻ, അപ്പൊ എന്റെ പ്രസംഗം അങ്ങോട്ട് ഗംഭീരാക്കാന്നും പറഞ്ഞ് ഒരാൾ പ്രസംഗിച്ചാൽ നമ്മളെ പറയുമ്പോ പിന്നെ സന്തോഷം വരുമല്ലോ. അങ്ങനെ അങ്ങോട്ട് പ്രസംഗം അങ്ങോട്ട് മൂപ്പിച്ചു. അപ്പൊ എന്താണ്, 10 പേര് അറിയട്ടെ ഞാൻ ഭയങ്കര പ്രസംഗമാണെന്ന് എന്നും പറഞ്ഞ് അങ്ങോട്ട് വെച്ചങ്ങോട്ട് കീറി. ഈ കീറൽ ഏതുപോലെയാണെന്നറിയോ? മിനുസപ്പാറയുടെ മുകളിലെ ചെറിയ മൺതരികളിൽ കൊണ്ടുവന്ന് ചെടി നടും പോലെയാണ്. ഒരു മഴ അങ്ങോട്ട് പെയ്യുമ്പോ ചെടിയും പോയി, മണ്ണും പോയി. ഇത്രയുള്ളൂ. മൊട്ടപ്പാറയായിട്ട് നിൽക്കും. ഈ ചെടി എന്ന് പറഞ്ഞാൽ കർമ്മമാണ്, സൽക്കർമ്മമാണ്. ഈ ചെടി കൊണ്ടുവന്ന് നമ്മൾ നടന്ന എവിടെയാണ്? ആളുകളെ കാണിക്കാൻ വേണ്ടി. അപ്പൊ എന്താ സംഭവിക്കുക? പടച്ചോന്റെ മുമ്പിൽ എത്തുമ്പോ അതൊന്നും ഉണ്ടാവൂല. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ, നിങ്ങൾ ചെയ്തത് ഒന്നും നിങ്ങൾക്ക് ഉപകാരമില്ല, ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥത വേണം, നിഷ്കളങ്കമാകണം. ഞാനൊരു ഹദീസ് കൂടെ പറയട്ടെ. ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെ അമല് ചെയ്താലും ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് 10 മണി വരെ പറയാലോ. നിങ്ങൾ എല്ലാവർക്കും എന്താ ഒരു പിണക്കം പോലെ 10 മണി വരെ പറയട്ടെ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ കളക്ഷൻ ഉണ്ട് 10:15 വരെ. ദുആ ചെയ്ത് തിരിയുമ്പോൾ 10:30 മണിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അല്ലേ? അപ്പൊ ഇനി 15 മിനിറ്റ് കൂടെ പറയാൻ അവസരമുണ്ട്. നിങ്ങൾ നന്നായിട്ട് കേട്ടോ. 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ്, 2 മണിക്കൂർ. അള്ളാഹു നമ്മുടെ മനസ്സിൽ ഇതെല്ലാം കോറിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കോ. ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി നമ്മൾ ഇബാദത്ത് എടുത്താൽ
നിസ്കാരം തന്നെ എടുത്തോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, യക്ഷഫു റബ്ബുനാ അൻ സാഖിഹി ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനാ. സഹോദരിമാരെ നന്നായിട്ട് കേട്ടോ, നിസ്കരിക്കുന്ന മുസല്ലയുടെ നിസ്കാര കുപ്പായം ധരിച്ച് നിസ്കരിക്കുന്നത് കെട്ടിയോൻ കാണാനാണ്. കെട്ടിയോൻ അല്പം ദീനുള്ളവനാണ്. ആ കെട്ടിയോന്റെ തല്ല് പേടിച്ചിട്ട് നിസ്കരിക്കാണ്. അങ്ങനെ നിസ്കരിക്കുന്നവരെ ഉമ്മമാരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ, നമ്മുടെ സുജൂദ് ഇവിടെ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാ പിന്നെ സുജൂദില്ലെന്നല്ലോ. നാളെ പടച്ചവന്റെ മുമ്പിലെത്തുമ്പോൾ അല്ലാഹു പറയുന്നു, ഒരു സുജൂദ് നിങ്ങൾ ചെയ്യൂ, ഞാനൊന്ന് കണ്ടോട്ടെ. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ സുജൂദ് ചെയ്യണം. അങ്ങനെ യസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനാ, ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും സുജൂദ് ചെയ്യും. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫയബ്ഖാ കുല്ലു വാഹിദിൻ കുല്ലു മൻ കാന യസ്ജുദു ഫിദ്ദുനിയാ റിയാഅൻ വസുംആ. ആളുകളെ കാണിക്കാനും ആളുകളെ കേൾപ്പിക്കാനും വേണ്ടിയിട്ട് പ്രകടന പരതയ്ക്ക് വേണ്ടി ദുനിയാവിൽ നിസ്കരിച്ചവരുണ്ടല്ലോ, അവരെ നിസ്കരിക്കാൻ കഴിയാതെ മാറി നിൽക്കുകയാണ്. അവര് സുജൂദ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. സുജൂദ് ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ സന്ധികൾ മയപ്പെടണമെന്നറിയോ? ഒന്ന് കഴുത്തിന്റെ ഭാഗം നമുക്ക് നന്നാകിട്ടെന്ന് മയപ്പെടണം. കഴുത്തിന്റെ ഭാഗം തീരുന്നില്ല. നടുവിന്റെ ഭാഗം നമുക്ക് നല്ല നിലയിൽ അതിങ്ങനെ വളയണം. നമ്മുടെ നടു വളയണം, നമ്മുടെ കഴുത്ത് വളയണം, നമ്മുടെ കൈകളെല്ലാം നല്ല ഫ്രീ ആയിട്ട് നിൽക്കണം. എങ്കിലല്ലേ സുജൂദ് പറ്റുള്ളൂ. അല്ലാഹു പറയുന്നു, പരലോകത്ത് വെച്ച് ഞാറനീലിയിലെ പെണ്ണേ, ഒരു സുജൂദ് നീ എനിക്ക് ചെയ്തിട്ട് പൊയ്ക്കോ. ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തവരെല്ലാം സുജൂദ് ചെയ്യും. പക്ഷേ സുംഅത്തിന് വേണ്ടിയിട്ട്, റിയാഇന് വേണ്ടി, ആളുകളെ കേൾപ്പിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രകടന പരതയ്ക്ക് വേണ്ടി നിസ്കരിച്ചവരെ സുജൂദ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഞാനും സുജൂദിന് വേണ്ടി ഒരു ശ്രമം അങ്ങോട്ട് നടത്തും. ആ ശ്രമം എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആ ശ്രമം പരാജയത്തിലാണ്. യഊദുല്ലഹു തബഖന വാഹിദാ, ഒറ്റ പലക പോലെ ഒരു കിടപ്പാ നമ്മുടെ നടു. നമ്മുടെ മുതുകു മുതൽ നമ്മുടെ തല വരെ ഒറ്റ പലക പോലെ. തബക്കം വാഹിദ് എന്ന് പറഞ്ഞാൽ ഒറ്റ പലക എന്ന് പറഞ്ഞാൽ വളയൂല, സുജൂദ് ചെയ്യാൻ പറ്റൂല, കുനിയാൻ പറ്റൂല, പലക പോലെ ഇങ്ങനെ നിക്കേ ഉള്ളൂ. സുജൂദ് ചെയ്യാൻ പറ്റില്ല. പടച്ചോനെ, ഞാൻ ദുനിയാവിൽ സുജൂദ് ചെയ്തല്ലോ. ചെയ്തു. ആർക്കു വേണ്ടി? ആരാനു വേണ്ടി? നീ സുജൂദ് ചെയ്തു. ആർക്കു വേണ്ടി? ആളുകളെ കാണിക്കാൻ വേണ്ടി. ഇപ്പോഴത്തെ സുജൂദ് നിനക്ക് പറ്റുന്നില്ലേ? നിന്റെ സുജൂദ് കൊണ്ടൊരു കാര്യമില്ല. നീ പണിക്ക്, നിന്റെ പണി നോക്കി നീ പൊയ്ക്കോ. കഷ്ടമാ സഹോദരങ്ങളെ. 4 ഉപദേശങ്ങൾ കൊടുത്തതിൽ 4ാമത്തേത് ഗൗരവത്തോടെ കണ്ടോ. അമലുകൾ എന്ത് ചെയ്താലും അതിൽ ആത്മാർത്ഥത ഉണ്ടാകണം. ഒരു പ്രസംഗം ആത്മാർത്ഥമാകണം, ഒരു സംഘാടനം ആത്മാർത്ഥമാകണം. സംഘാടകരെ ഞാൻ ആ വിഷയത്തിൽ സമ്മതിച്ചു. സംഘാടകരെ 5 മണി മുതൽ ഗാർഡ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന പറയുന്നു. ഈ ഗൾഫിൽ നിന്നുകൊണ്ട് എന്നെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താ. എനിക്ക് ഓർമ്മ തന്നെ ഇല്ല, എന്നോ ബുക്ക് ചെയ്തതാ. ഇടയ്ക്ക് ഞാൻ ഈ പരിപാടി ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് വേറെ ഡേറ്റ് ഒരാൾ ചോദിച്ചപ്പോ ഈ പരിപാടി ഉണ്ടോ ഇല്ലെന്നൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ ചോദിച്ചു, പരിപാടി ഉണ്ടോ, വേറൊരു ഡേറ്റ് കൊടുക്കാനെന്ന് പറഞ്ഞപ്പോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഒരുപാട് സാധാരണ, പിന്നെ പൊതുവെ വയല് കഴിഞ്ഞു പോയാൽ പിന്നെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കൂല. അത് വേറൊരു വിഷയം. അതിനി എങ്ങനെയാണെന്നുള്ളത് അടുത്ത ഇനിയുള്ള കാര്യത്തിൽ ഇരിക്കുന്നു. അതങ്ങനെ ചില ആളുകൾ വയല് കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബൈ അസ്സലാമു ഇനി അടുത്ത റമളാനിൽ കാണാന്ന് പറഞ്ഞ് റമളാനിൽ മാത്രം പള്ളിയിൽ കയറുന്നവർ സലാം, പെരുന്നാളിന്റെ സലാം പറയും പോലെ ഒരു സലാം പറച്ചിലുണ്ട്. അൽഹംദുലില്ലാ. എന്തായിരുന്നാലും 2 മണിക്കൂർ നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും എന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാനും ഒന്ന് പരസ്പരം ആമീൻ പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാനും ഒക്കെ നമുക്ക് ഭാഗ്യം കിട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അള്ളാഹു ഒരു വിശ്വാസിയുടെ മുഖത്ത് നോക്കുന്നത് തന്നെ കൂലിയുള്ള കാര്യമാണ്, അല്ലേ?
വിശ്വാസികളുടെ കൂടെ ഇരിക്കുന്നതിന് നല്ല പുണ്യമുള്ള കാര്യമാണ്. ഈ തിങ്കളാഴ്ച രാവിലെ നമ്മൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, ഖുർആനെ പറ്റി, അള്ളാഹിനെ പറ്റി ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും നഷ്ടമല്ല, ഒരിക്കലും നഷ്ടമല്ല. അതുകൊണ്ട് സഹോദരാ, പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥത നമ്മുടെ ജീവിതത്തിൽ വേണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോ അതിൽ ആത്മാർത്ഥത വേണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുമ്പോ അതിൽ ആത്മാർത്ഥത വേണം. പെങ്ങളെ, മാതാപിതാക്കളോടുള്ള ബഹുമാനത്തില് ആത്മാർത്ഥത വേണം. മക്കളോടുള്ള സ്നേഹ കാരുണ്യ വായ്പകളിൽ നമുക്ക് ആത്മാർത്ഥത വേണേ. സഹോദരാ, ഈ ആത്മാർത്ഥത ഇല്ലാത്തതൊന്നും അല്ലാഹ്ക്ക് വേണ്ട. വിജയം നിനക്കാ മുഖ്ലിസാ നീയെങ്കിലേ ഇബ്ലീസ് പോലും തോറ്റു വീഴും മുന്നിലേ. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ, കലർപ്പെന്ന് കണ്ടാൽ മുഴുവനും നഷ്ടത്തിലാ. വിജയ മുഖ്ലിസാ നീയെങ്കിലേ ഇബ്ലീസ് പോലും തോറ്റു വീഴും മുന്നിലേ. നിന്റെ മുന്നിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഏത് ഇബ്ലീസ് പോടാ നിന്റെ പണി നോക്കിയിട്ട് ഒരു ഇബ്ലീസിനെ നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റൂല. കൈകെട്ടുമ്പോൾ ഇഖ്ലാസാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹ് പറയുകയാണ്, ഇഖ്ലാസോടെ അമൽ ചെയ്യാനാണ് നിന്നെ ഈ ലോകത്ത് അല്ലാഹ് അയച്ചത്. കേവലം ഒരു ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട. ആ ഇബാദത്തിൽ ആത്മാർത്ഥത, ആ ഇബാദത്തിൽ നിങ്ങളുടെ ഹൃദയ സാന്നിധ്യം, ആ ഇബാദത്തിൽ നിങ്ങളുടെ മനസ്സാന്നിധ്യം, അതാണ് അല്ലാഹ്ക്ക് വേണ്ടത്. എന്നാൽ ഇബ്ലീസ് പോലും നിന്റെ മുന്നിൽ തോറ്റു തുന്നം പാടുന്നതാണ്. റബ്ബിന്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ, കലർപ്പെന്ന് കണ്ടാൽ മുഴുവനും നഷ്ടത്തിലാ. അല്ലാഹു നോക്കുന്നത് രൂപലാവണ്യ വേഷഭൂഷാദികളിലല്ല, ആകാര സൗഠവ നിന്റെ രൂപലാവണ്യ സൗകുമാരിതകളിലേക്കല്ല പടച്ചവന്റെ നോട്ടം. പിന്നെയോ ഒരു മുട്ടിയുടെ വലിപ്പത്തിൽ ഇടനെഞ്ചില് നിനക്ക് തുടിക്കുന്ന മിടിക്കുന്ന ഹൃദയത്തിന്റെ അകക്കണ്ണിലേക്ക്, അകത്തളങ്ങളിലേക്ക് അല്ലാഹു നോക്കുകയാണ്. സഹോദരങ്ങളെ, ആ നോട്ടം അല്ലാഹു നോക്കുമ്പോ അത് ഇഖ്ലാസ് ഉള്ളതാകണം. പുറമൂച്ചും പ്രകടനപരതയും വേണ്ട. അതുകൊണ്ട് അബൂദർറേ, കടലാഴമേറിയതാ കപ്പൽ നന്നാക്കിക്കോ. ദുനിയാവ് വിശാലമാണ്, അതുകൊണ്ട് നിന്റെ അമലിനെ ചൊവ്വാക്കിക്കോ. യാത്ര ദൈർഘ്യമാണ്, അതുകൊണ്ട് പാതേയം വിഭവം നീ കരുതിക്കോ. പ്രിയപ്പെട്ടവരെ, പടച്ചവനിലേക്കുള്ള യാത്ര വിദൂരമാണ്, അതുകൊണ്ട് തഖ്വ എന്ന പാതയും മുറുകെ പിടിച്ചോ. വീണ്ടും പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മുതുകത്തിന്റെ ഭാരമിറക്കി വെച്ചോ. കാരണം ഗിരിമാർഗം ദുർഘടമാണ്. സ്വർഗത്തിലേക്ക് പോണ്ടേ നിനക്ക്, ആ സ്വർഗത്തിന്റെ പാതകൾ ദുർഘടമാണ്. അതുകൊണ്ട് ഭാരമില്ലാതെ നിനക്ക് പോകാൻ കഴിയണം. ഗിരിമാർഗത്തിലൂടെ നിനക്ക്, മലമ്പാതകളിലൂടെ നിനക്ക് പർവ്വതത്തിന്റെ ഉച്ചിയിലൂടെ നടന്നു പോകണം, ഭാരമിറക്കിച്ചു വെച്ചിട്ട് പോകണം. നാലാമതാകട്ടെ പറയുന്നത്, നിന്റെ ജീവിതത്തിൽ അമൽ ചെയ്യുമ്പോൾ ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് വേണം. എന്തുകൊണ്ട്? ഒരു നിരൂപകന് CCTV ക്യാമറ പോലെയല്ലല്ലോ. നിരൂപകന് സൂക്ഷ്മജ്ഞാനിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തെ ആ ഒരു നിലയിലാക്കിക്കോളി.